ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ ഒരു വീഡിയോയിൽ വരാനുള്ള കാരണം, ചില വ്യക്തികൾക്ക് നമ്മുടെ പ്രൊഡക്റ്റുകളൊക്കെ നോക്കുമ്പോൾ ഒരു കൺഫ്യൂഷനുണ്ട്. ഏതാണ് മാനുഫാക്ചറിങ് ഡേറ്റ്, ഏതാണ് ബാച്ച് നമ്പർ, ഏതാണ് എക്സ്പയറി ഡേറ്റ് എന്നാ വരുന്നത് എന്നൊക്കെ ഒരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓരോ പ്രൊഡക്റ്റ് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഏകദേശം എല്ലാ പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവുന്ന രീതിയിലാണ് ഉള്ളത്. ഒന്ന് നോക്കണം. നമുക്കിവിടെ നോക്കുമ്പോൾ ആര്യസുൽത്താൻ നോനി ടൂത്ത് പേസ്റ്റാണ്. ഇതിൻ്റെ ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ MRP 165 കാണാം, UPS റുപ്പീസ് 1.10 എന്ന് കാണാം. ബാച്ച് നമ്പർ ANT 2509 എന്നാണ്. അതുപോലെ മാനുഫാക്ചറിങ് ഡേറ്റ് കാണുന്നത് 12/2025 ആണ്. ഡിസംബർ 2025 മാനുഫാക്ചറിങ് ഡേറ്റ്. ഇവിടെ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, എക്സ്പയറി ഡേറ്റ് 2 year ഫ്രം ദ ഡേറ്റ് ഓഫ് ദ മാനുഫാക്ചറിങ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്നാണോ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് അന്ന് മുതൽ 2 വർഷത്തേക്കാണ് ഇതിൻ്റെ ഉപയോഗിക്കാനുള്ള ബെസ്റ്റ് ടൈം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുക. ഇത് ടൂത്ത് പേസ്റ്റിൻ്റെ കാര്യമാണെങ്കിൽ, ഇനി സോപ്പുകൾ നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെയാണ്. ഇവിടെ MRP ഉണ്ട്. ഇതിൻ്റെ തൊട്ട് താഴെ ബെസ്റ്റ് ബിഫോർ 36 months ഓഫ് ദ ഡേറ്റ് ഓഫ് മാനുഫാക്ചറിങ് എന്നാണ് മാനുഫാക്ചറിങ് വന്നിരിക്കുന്നത്. 2026 ജനുവരിയിലാണ് മാനുഫാക്ചറിങ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഓരോ പ്രൊഡക്റ്റുകളും ഈ തരത്തിലാണ് നമുക്കിവിടെ നോക്കുമ്പോൾ മനസ്സിലാകുക. അപ്പോൾ നമ്മുടെ ഓരോ പ്രൊഡക്റ്റുകളും അതിൻ്റെ MRP മാനുഫാക്ചറിങ് ഡേറ്റാണ് കാണിക്കുക. ഏറ്റവും കൂടുതൽ എക്സ്പയറി ഡേറ്റ് എന്നാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ഏറ്റവും ബെസ്റ്റ് യൂസ് ചെയ്യുന്ന ഈ ടൈമിംഗ് ആണ് നമ്മുടെ കമ്പനി നമുക്ക് വേണ്ടി ഇവിടെ എക്സ്പ്രസ് ചെയ്തിരിക്കുക. ഇതുപോലെ തന്നെയാണ് വെൽനസ് പ്രൊഡക്റ്റുകളും. ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക് യു.